You've been talking about patience, hoping forever like. Hey guys, welcome back to NKL. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു അർബൻ സ്റ്റൈൽ ടെക്സ്റ്റ് ട്രാൻസിഷൻ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു ഫ്രെയിം റേറ്റിൽ ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറിലൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ലെയർ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത ശേഷം ദെൻ നമ്മൾ ടെക്സ്റ്റ് ലെയറാണ് ആഡ് ചെയ്യുന്നത്. ടെക്സ്റ്റ് നിങ്ങൾ എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ടെക്സ്റ്റ്, അതായത് ആ ഒരു ട്രാൻസിഷൻ ആണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് വന്ന് ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ വൈറ്റ് കളറിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മളതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെൻറ്റർ ആക്കി കൊടുക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഇതിൽ ടെക്സ്റ്റിന് വേണ്ടി മാത്രമായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോം ആണ് ഫസ്റ്റ് കൊടുക്കുന്ന എഫക്റ്റ്, അത് വന്ന് നമ്മൾ കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഓഫ്സെറ്റിലേക്ക് വരിക. ഓഫ്സെറ്റിൽ വൈയുടെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യണം. വൈയുടെ വാല്യൂ വന്നൊരു 165 നമ്മൾ ചേഞ്ച് ചെയ്യുക. 0 ഉണ്ടാവുക, അത് നമ്മൾ വന്ന് 165 കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അത് കറക്റ്റായി സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ. ഇവിടെ ആൽഫ എന്നുള്ള വാല്യൂ ഉണ്ടാവും, അത് നമ്മൾ 0 ഉണ്ടാവും, അത് ഫുള്ളായിട്ട് മൈനസ് ചെയ്യുക. ഓക്കെ, -1 സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എറേസ് ഇന്ന് ഉണ്ടാവും, അത് 100% ആക്കി കൊടുക്കുക. കറക്റ്റ് 100% കൊടുക്കുക. ഇത്രയും ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും മുകളിലേക്ക് വരിക. സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ ഉണ്ടാവും, അതായത് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിന് മുമ്പ് വന്ന് നമുക്കിതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര സെക്കൻഡാണോ വേണ്ടത് ആ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ സ്റ്റാർട്ടിൽ വന്ന ശേഷം സ്റ്റാർട്ടിൽ നമുക്ക് കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ 2 കീ ഫ്രെയിം കൊടുക്കുന്നത്, രണ്ടാമത്തെ കീ ഫ്രെയിം 2 കൊടുക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാനായതുകൊണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് കൊടുക്കുക. എവിടെയാണോ കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഫസ്റ്റ് കീ ഫ്രെയിം ഫസ്റ്റിൽ കൊടുക്കുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ 100 സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, 100 നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലായിട്ട് വന്നിട്ട് നമ്മൾ 4th കർവാണ് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിക്കാണ് നമ്മൾ കർവ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് ആ ഒരു കർവ് അപ്ലൈ ചെയ്യുക. ദെൻ ഈ ഒരു 3 ഡോട്ടിൽ വന്ന് ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു കർവ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണിത് കോപ്പി ചെയ്തെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് വരിക. ഇനി അടുത്തൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. അത് എന്ന് പറഞ്ഞാൽ ആഡ് എഫക്ട്സിൽ വരിക, ടെക്സ്റ്റിൽ വരിക. ഇവിടെ ടെക്സ്റ്റ് സ്പേസിംഗ് ഉണ്ട്, ആ ടെക്സ്റ്റ് സ്പേസിംഗ് ആണ് അടുത്തൊരു എഫക്റ്റ് പറയുന്നത്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി തന്നെ അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ടെക്സ്റ്റ് സ്പേസിങ് കുറച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞാൽ ഒരു 1.45 ആ ഒരു റേഞ്ചിൽ വന്ന് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. 1.45 ആ ഒരു റേഞ്ചിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 2.15 വന്ന് അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കീ ഫ്രെയിമിന് കൊടുക്കുന്ന സ്പേസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 25% ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യേണ്ടത് 25% കറക്റ്റ് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ സെൻറ്ററിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് തന്നെയാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാക്ക് വന്ന ശേഷം അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്ര ലെങ്ത്ത് ആവശ്യമില്ല, ഞാൻ പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാനായതുകൊണ്ടാണ് അത്രയും എടുത്തത്. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു വെൽക്കം എന്നുള്ള ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ ഒന്ന് ജസ്റ്റ് ഇതേപോലെ സൂം ചെയ്യുക. ഓക്കെ, ഇതേപോലെ സൂം ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അത്ര സൂമാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ആ ഒരു ലെയർ സൂം ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്നുള്ള എഫക്റ്റ് വന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എഫക്റ്റ് നമുക്ക് ഇതിന് ആവശ്യമില്ല, ഈ ഒരു സ്പേസിങ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫിൽ വന്നിട്ട് കളർ കൊടുക്കേണ്ട, അതായത് നോ കളർ കൊടുക്കുക. അതുപോലെ തന്നെ ബോർഡർ ആൻഡ് ഷേഡോയിൽ വന്നിട്ട് സ്ട്രോക്ക് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഏതൊരു കളറാണോ കൊടുക്കാൻ താല്പര്യം ആ ഒരു കളർ കൊടുക്കുക. ഞാനിപ്പോൾ വൈറ്റ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് 2 അതാണ്, അതായത് സ്ട്രോക്കിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 2 ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്ന ശേഷം നമ്മൾ
0-ൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക, അതുപോലെ തന്നെ 1-ൽ അടുത്തൊരു കീ ഫ്രെയിം കൊടുക്കുക. ഓക്കെ, ഈ ഒരു കീ ഫ്രെയിം കൊടുക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ മുമ്പേ ബീറ്റ് മാർക്ക് ആഡ് ചെയ്താൽ ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ടാപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 0-ലും 1-ലും ഓരോ കീ ഫ്രെയിം വെച്ച് ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. രണ്ടാമത്തതിൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ ഒരു 50-ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു 50-ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. 100 ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ 100 സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷേഡോ മാത്രമേ ബാക്കിൽ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇവിടെയും വന്ന് നമ്മൾ നേരത്തെ ആ ഒരു കർവ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു എഫക്റ്റ് സെറ്റ് ആകേണ്ടത് ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ തന്നെ അതാ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിലുള്ള നമ്മൾ ഈ ഒരു വെൽക്കം എന്നുള്ളതിൻ്റെ സ്പീഡ് വന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കർവ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി, അതായത് നമ്മൾ ഈ ഒരു ലെയറിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിൽ കൊടുക്കുന്ന കർവ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടില്ലേ. ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു, അതാണ്. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു 4th കർവ് രണ്ടും ഒരുപോലെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിക്ക് സ്ലോ ആയിട്ട് എല്ലാ ലേയേഴ്സും ഒരുപോലെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി 100 ആണെങ്കിൽ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് ആ ഒരു ബ്ലെൻഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു.